ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ട് ഈ ഒരു മോഡലാണ് ഇപ്പോൾ ബംഗാളിൽ സുവേന്ദു അധികാരി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉടനടി ഇന്ത്യ വിട്ടു പോകണം ബംഗ്ലാദേശികളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുകയാണ് മോഡി. ഏറ്റവും അവസാനം അവർക്ക് ജയിക്കാൻ പറ്റിയത് ബംഗാൾ പോലൊരു സംസ്ഥാനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ഈ ഒരു അപ്രമാദിത്വത്തെ തകർക്കാനായിട്ട് ഒരു പാർട്ടികളും നിലവിൽ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ 2029 പിന്നീട് വരുന്ന ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് വന്നത് ഇനി ഒരു 25 വർഷമെങ്കിലും BJP മിനിമം ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ്. തകർക്കാൻ രാഹുലിന് പോലും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ല, ഇത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഗംഭീരമായിട്ടുള്ള പ്ലാനും ക്ഷമയും അതുപോലെ അവരുടെ തന്ത്രങ്ങളുമാണ്. ഇപ്പൊ ഗൗതം പറഞ്ഞ ലാസ്റ്റ് നമുക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് തുടങ്ങാം. പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, ഇപ്പൊ ഏതാനും ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ പോലും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അവിടെ 54% 53% ഒക്കെ മുസ്ലിം സമുദായങ്ങൾക്ക് മജോറിറ്റിയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ നിന്ന് 10,000 15,000 വോട്ടുകൾക്ക് പലപ്പോഴും BJPയുടെ കാൻഡിഡേറ്റുകൾ ചിലതെങ്കിലും ജയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹുമയൂൺ കബീർ, അദ്ദേഹം ഗൗതത്തിന് അറിയാലോ, അവിടെ ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടി പോയ ആളാണ്. അപ്പോൾ അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഒരെണ്ണത്തിൽ 50,000-ൽ പരം വോട്ടിനും ഒരെണ്ണത്തിൽ 15,000-ൽ പരം വോട്ടിനും ജയിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജയിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം, ഇലക്ഷൻ നേരിടുന്നതിനുള്ള തന്ത്രം BJPക്ക് പയറ്റാൻ അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അവിടെ നേരത്തെ BJPക്ക് കേവലം 3 സീറ്റുകൾ ഉണ്ടായിരുന്നു. 6% വോട്ടുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുശേഷം 10% വോട്ടുകളായി. 10% വോട്ടുകളായപ്പോൾ അവർക്ക് 3 സീറ്റുകൾ കിട്ടിയിരുന്നു. ആ 3 സീറ്റുകളിൽ നിന്നാണ് 77 സീറ്റുകളിലേക്ക് BJP വളരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 200-ലധികം സീറ്റുകളിലേക്ക് BJP വളരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് എതിരാളികളുടെ ബലവും എതിരാളികളുടെ ശക്തിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും, രണ്ടാമത്തേത് എല്ലാ സ്ഥലത്തുള്ള ഒരു കോമൺ പാറ്റേൺ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതവും മതത്തിൻ്റെ വിശ്വാസങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം ഈ സംഘപരിവാറുകാർ നടത്തും. ആ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം നടത്തുമ്പോൾ പലപ്പോഴും അതിനെ കൃത്യമായി പ്രതിരോധിക്കാനായിട്ട് ഒരു പ്രാദേശിക പാർട്ടിക്കോ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾക്കോ ഒന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ കഴിയാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇവർ പലപ്പോഴും അവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടാവും. ഇപ്പം തന്നെ മമതാ ബാനർജി ഏറ്റവും ഒടുവിൽ SIRലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ SIRലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും ഇതുപോലെ മുസ്ലിം വോട്ട് ബാങ്കുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അവർ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ വോട്ട് ബാങ്കുകൾ ഭിന്നിച്ചു പോവുകയും കഴിഞ്ഞ തവണ 1,20,000 വോട്ടുകൾ നേടിയ സ്ഥാനത്ത് ഇപ്പോൾ മമതാ ബാനർജിയുടെ വോട്ടുകൾ 56,000-ഓ 57,000-ഓ മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങനെയാണ് ഹുമയൂൺ കബീറൊക്കെ ജയിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു BJPയുടെ സ്ഥാനാർത്ഥി മാത്രം ഹിന്ദു കാൻഡിഡേറ്റും ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും മുസ്ലിം കാൻഡിഡേറ്റ് നിന്നുകൊണ്ട് അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ള ആളുകളെ ഭിന്നിപ്പിക്കലാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു തന്ത്രം മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി ഓരോ സ്ഥലത്തും എടുക്കേണ്ട നിരവധി തന്ത്രങ്ങളിലൂടെയാണ് BJP ഇന്ത്യ മുഴുവൻ പടർന്നു കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഗൗതം പറയേണ്ടത് ബീഹാറിൽ ഇപ്പൊ മാൽഡ, മുർഷിദാബാദ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ വലിയ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഈ കൃത്യമായിട്ട് ഈ തന്ത്രം ഉപയോഗിച്ചു, ഭിന്നിപ്പിക്കലുള്ള തന്ത്രം. അതേപോലെ തന്നെ ബീഹാറിൽ ഇത് അസദുദ്ദീൻ ഒവൈസിനെ കൊണ്ട് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയത് കൊണ്ടാണ് 5 സീറ്റുകൾ ബീഹാറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണ് എന്താണ് പദ്ധതി എന്നുള്ളത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, ഈ ഭിന്നിപ്പിക്കലിന്റെ തന്ത്രങ്ങളാണെങ്കിൽ എങ്ങനെയാണ് BJPക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്? അല്ല, BJPക്ക് മുസ്ലിംസ് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി അടുത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, മുസ്ലിംസ് BJPക്ക് എവിടെയാണ് വോട്ട് ചെയ്തതെന്ന് പറയാവുന്നത്. കാര്യമായ വോട്ടുകൾ മുസ്ലിം പക്ഷത്തു നിന്ന് BJPക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എതിര് നിൽക്കുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. ഗൗതം പറഞ്ഞ പോലെ ഉത്തർപ്രദേശ് അടക്കം ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം വോട്ടുകൾ കൂടി BJPക്ക് കിട്ടിയിട്ടുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് അവിടുത്തെ പ്രാദേശികമായ ഇഷ്യൂകളും പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയും അവിടെ കൃത്യമായിട്ട് ഒരു നരേഷൻ ബിൽഡ് ചെയ്യാനും ഒക്കെ BJP കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJP ജയിച്ചിരിക്കുകയാണ് ബംഗാളിൽ. അതാണ് സുഹൃത്തെ പറഞ്ഞത്, ഇത് മുസ്ലിം വോട്ട് കിട്ടിയത് കൊണ്ടല്ല മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ജയിക്കുന്നത്.
ജയിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ആകെ 3 ലക്ഷം വോട്ടുണ്ടെങ്കിൽ ആ 3 ലക്ഷം വോട്ടിൽ BJP എന്ത് ചെയ്യുന്നു, ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ 60-70,000 വോട്ടുകൾ പിടിക്കുന്നു. ബാക്കിയുള്ള വോട്ടുകൾ, അതായത് 2 ലക്ഷത്തോളം വരുന്ന പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള 1.5 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ എന്ത് ചെയ്യുന്നു, ഭിന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും BJP ജയിക്കും. അങ്ങനെയാണ് BJP ജയിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഡൽഹിയിൽ മുസ്ലിം സമുദായത്തിന് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഈ വോട്ട് ഭിന്നിച്ചു പോയതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ BJP ജയിച്ചിട്ടുണ്ട്. അപ്പം BJP ജയിക്കുന്നതുകൊണ്ട് അത് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേര് വോട്ട് ചെയ്തിട്ടൊന്നുമല്ല. കുറച്ച് പേര് ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് വളരെ ന്യൂനപക്ഷമാണ്. ഇവർ ജയിക്കുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ കാര്യം ഇത് വോട്ടുകൾ, അതായത് എതിരാളികളുടെ വോട്ടുകൾ കൃത്യമായി ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ബീഹാറിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ജയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു തന്ത്രം മാത്രമാണ്. രണ്ടാമത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒഡീഷ, അപ്പൊ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി ഭുവനേശ്വരി ടെമ്പിളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അജണ്ടകൾ രാഷ്ട്രീയവുമായിട്ടും ഒക്കെ കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ എതിരാളികളെ കൊണ്ടുപോലും അവരുടെ അജണ്ടകളിലേക്കും അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെ എത്തിപ്പെടുത്തുന്ന ഒരു പ്രത്യേക രീതി വളരെ കൃത്യമായി BJP അവലംബിച്ചിരുന്നു. അതിനുവേണ്ടി BJP ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും 10, 20, 25 കൊല്ലത്തൊരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇനി ഗൗതം അടുത്തത് നോക്കിക്കോ, ഇനി അടുത്തത് പഞ്ചാബാണ്. പഞ്ചാബിൽ പിടിക്കാൻ പോകുന്നത് ഇങ്ങനെയല്ല. പഞ്ചാബിൽ പിടിക്കാൻ പോകുന്ന ആം ആദ്മി പാർട്ടി അടപടലം പുലർത്തിക്കൊണ്ടാണ്. അവിടെ 268 കോടി രൂപയുള്ള അസറ്റുള്ള മന്ത്രിയുണ്ട്. ആ മന്ത്രിയോടൊക്കെയുള്ള ആളുകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ അന്വേഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തന്നെ 7ഓളം വരുന്ന MP മാർ, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഓണറായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറിലെ MD അടക്കമുള്ള ആളുകൾ നേരെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, BJPയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും ഞാൻ പറയുന്നത് ഒരേ തന്ത്രമല്ല, പല തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മോദി വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യയിൽ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം മോദി ഉണർന്നെണീറ്റ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര മുതൽ ഇപ്പം ഏറ്റവും ഒടുവിൽ വെസ്റ്റ് ബംഗാൾ വരെ ഹരിയാന വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്നുള്ളതിന് അവർ കൃത്യമായിട്ടൊരു പദ്ധതികൾ രൂപീകരിക്കുകയാണ്. ആ പദ്ധതികളുടെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഇനിയിപ്പോൾ അടുത്തത് അവരുടെ ഏറ്റവും അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിലൊക്കെ BJP വരുന്നൊരു കാലം വിദൂരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ പോലും വരും. കേരളത്തിൽ വരുന്നതിന്റെ പകുതി അവർ വിജയിച്ചു കഴിഞ്ഞു. അതായത് കേരളം BJP പിടിക്കും എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അങ്ങനെ ഒരു വിദൂരമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും വിദൂരമല്ലെന്ന്, മാക്സിമം വന്ന 10 കൊല്ലം അതിനുള്ളിൽ കേരളം പിടിക്കും. കേരളം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം പിടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേരളം ഏതാണ്ട് പകുതി വഴി അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെന്താണ് ആ പകുതി വഴി? ആ പകുതി വഴിയുടെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ പകുതി വഴി എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ ഒരു ആളുകളുടെ ചിന്താഗതികളെ കൃത്യമായി സ്വാധീനിക്കുകയും ഒരു ജാതീയവും അതുപോലെ മതപരവും അതുപോലെ ദൈവികവുമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് വലിയ പ്രാമുഖ്യം വരുന്ന ഒരു സൊസൈറ്റി ആക്കി ആദ്യമേ തന്നെ ഏതൊരു സൊസൈറ്റിയെയും പരുവപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പണിയാണ് ആദ്യം എടുക്കേണ്ടത്. അത് നടത്തിയാൽ തന്നെ 50% വിജയിച്ചു. അങ്ങനെ 50% ഇപ്പൊ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞു. അല്ല, BJPനെ തകർക്കാനായിട്ട് മറ്റ് പാർട്ടികളുടെ കയ്യിൽ തന്ത്രമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും BJP പറയുന്ന നെറേറ്റീവുകളൊക്കെ സത്യമാണ് എന്ന് പറയുന്ന ഒരു മറ്റ് പാർട്ടികളുടെ കയ്യിൽ തന്ത്രമില്ല എന്ന് പറഞ്ഞാൽ അവര് സാധിക്കുന്നില്ല, അവർ നിസ്സഹായരുമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ വലിയ അധികാരം അവരുടെ കയ്യിലിരിക്കുകയാണ്. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ അവരുടെ കയ്യിലാണ്. വലിയ പണം അവരുടെ കയ്യിലാണ്. വലിയ മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ അവർ ഡെയിലി എന്നോണം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗംഭീരരായിട്ടുള്ള ആളുകളെ ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു നോക്കിക്കോളൂ. നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നു. ആരായിരുന്നു ഇന്ത്യയുടെ സെക്യൂരിറ്റി അഡ്വൈസർ? ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവൽ ഇപ്പോൾ ഏതാണ്ട് BJPയുടെ കൂടി ഭാഗമായി കഴിഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ വെച്ചിട്ട് ഞാൻ BJPയുടെ വളരെ ഉന്നതനായിട്ടുള്ളൊരു നേതാവ് എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ തൊട്ടടുത്ത അനുയായി, അദ്ദേഹം യെദ്യൂരപ്പയ്ക്കായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവുമായി കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ മാത്രം ഒരു പ്രസ്ഥാനമല്ല രതീഷ്, പകരം വലിയ ബ്യൂറോക്രാറ്റുകളും വലിയ ഇതുപോലെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളെയും എല്ലാം ഞങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. വളരെ കൃത്യമായി അത്തരത്തിൽ ഓരോരുത്തരെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഓരോരുത്തരുടെ മിഷനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് അറിഞ്ഞ് കൃത്യമായിട്ട് ഓരോരുത്തരെയും മേടിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ശശി തരൂരിനെ അടക്കമുള്ള ആളുകളെ
എങ്ങനെയാണ്, എവിടെയാണ്, എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഇന്ത്യ മുഴുവൻ പടർന്നു കയറുന്ന ഒരു പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിവുകേട് കൂടിയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വലിയ കഴിവുകേടുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവുകേട് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വലിയ കഴിവുകേടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ അവരുടെ ഉന്നമെന്ന് പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് എടുത്തു നോക്കിക്കോ. ഈ കോൺഗ്രസിന് ഇവരെ ഒരു കാലത്തും പലപ്പോഴും പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും സ്റ്റേറ്റിൽ കോൺഗ്രസ് ഇവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഹിമാചൽ പ്രദേശ് ഒഴിച്ചു വെച്ചാൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. മേജറായിട്ടുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇവർ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് പ്രാദേശിക പാർട്ടികളിൽ നിന്നാണ്. അത് DMK ആണെങ്കിലും, അതിപ്പോൾ മമതാ ബാനർജി ആണെങ്കിലും, അതിപ്പോൾ നവീൻ പട്നായിക് ആണെങ്കിലും ഒക്കെ തന്നെ, ഒഡീഷയിൽ നവീൻ പട്നായിക് ആണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഭീഷണികൾ നേരിട്ട് അവിടെ നിന്നാണ്. ആ ഭീഷണികളെ അവർ ഒന്നൊന്നായി പതുക്കെ പതുക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി BJPയുടെ അടുത്ത ഏറ്റവും വലിയ തന്ത്രം എന്ന് വെച്ചാൽ, BJPക്ക് നേരിട്ട് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ BJP പലപ്പോഴും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് വോട്ടിങ്ങിലൂടെ തന്ത്രപരമായിട്ട് മറ്റൊരാൾ അധികാരം പിടിച്ചോട്ടെ എന്ന് വിചാരിക്കലാണ്. എന്ന് പറഞ്ഞാൽ വേറൊരാൾ അധികാരം പിടിച്ചോട്ടെ, അവരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത ഒരു 5 കൊല്ലത്തിനകം നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ എന്നാണ്. ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിൽ തന്നെ ഇതിന് ഒരുപാട് ടൈം എടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPM പോകണമെങ്കിൽ പോകട്ടെ എന്ന് CPM വിചാരിച്ചു. കാരണം CPM-നെ എതിർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം എന്താ, ഇപ്പൊ ബുദ്ധദേവ് ഭട്ടാചാര്യ ആണെങ്കിലും ജ്യോതി ബസു ഒക്കെ ആണെങ്കിലും എതിർക്കാൻ കുറച്ച് പരിമിതിയുണ്ട്. കാരണം എന്താ, അവർക്കൊരു വലിയ അഴിമതി ഉണ്ടെന്നോ അവർ വലിയ മോശക്കാരായിട്ടുള്ള ആളുകളാണെന്നോ ഒന്നും പറയാൻ എളുപ്പമുള്ള കാര്യമല്ല. അതേസമയം മമതാ ബാനർജിയുടെ കേസിൽ അത് എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിലായി? സുവേന്ദു അധികാരി അവിടെ നിന്ന് പിടിക്കൽ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെ നിന്നൊരു നേതാവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കരിസ്മയുള്ള ഒരു നേതാവിനെ കിട്ടിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ BJPക്ക് വെസ്റ്റ് ബംഗാളിൽ നിരവധി നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരാരും തന്നെ പോപ്പുലർ അല്ല. ആ പോപ്പുലാരിറ്റിയുടെ ലെവലിലേക്ക് മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സുവേന്ദു അധികാരിനെയും കൂടെ മേടിച്ചു. അപ്പൊ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഏതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പദ്ധതി എന്ന് മനസ്സിലാക്കുകയും വിജയമല്ലാതെ മറ്റൊരു ഈ പറയുന്ന പോലെ എത്തിക്കലായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായി ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമോ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും അവരെ ബാധിക്കാറില്ല. അവരെ ബാധിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് സക്സസ് എന്ന് പറയുന്ന ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിൽ വിജയം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അടിസ്ഥാനമാക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ അവരുടെ പദ്ധതി വിജയിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒഡീഷ പിടിക്കണമെന്ന്, അതുപോലെ തന്നെ ബീഹാർ പിടിക്കണമെന്ന്, അതുപോലെ ബംഗാൾ പിടിക്കണമെന്ന് വിചാരിച്ചു. അതെല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പഞ്ചാബിലാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു 40-50 MLA-മാർ ഉടനെ തന്നെ അവിടെ നിന്ന് BJPയിലേക്ക് ചേരുന്ന സമയം വിദൂരമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഭരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ അവരേതാണ്ട് 50 അല്ല, ഞാൻ പറഞ്ഞു, ഒരു 60-70% വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി ഈ സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യാൻ BJPക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയുള്ള ഒരു നേതാവാണ്, മുഖ്യമന്ത്രിയാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തീരുമാനത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുസ്ലിം സമുദായത്തിനോ ഒക്കെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രപ്പോർഷനിൽ എന്തെങ്കിലും കൂടി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്നാൽ മതി. ഇനി കാത്തിരുന്നില്ലെങ്കിലും അത് യഥാർത്ഥത്തിൽ സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതായത് 3-ൽ നിന്ന് ആ 3-ഉം പൂട്ടുകയല്ല ചെയ്യുക, 3-ഉം വളരുകയാണ്. 3-ൽ നിന്ന് മറ്റേ ഏറ്റവും കുറഞ്ഞത് ഒരു 15 45 30 ഒക്കെ വർദ്ധിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടും. അടുത്ത 5 കൊല്ലത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ലോങ് ആയിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയല്ല. പക്ഷെ ഒരു 10-13 എന്തായാലും ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനേക്കാൾ എത്ര കൂടി വളരും വേഗത്തിൽ എന്നുള്ളത് മാത്രം അവർ നോക്കിയാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി വി ഡി സതീശനും പിണറായി വിജയനും അതുപോലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗതം അറിയേണ്ടത്, നിർലോഭമായിട്ടുള്ള ഈ പറയുന്ന പോലെ അനന്തമായിട്ടുള്ള പണം എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റാണ്. മനസ്സിലായി? അതിലൊക്കെ വീണ് പോകാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്ന്. രണ്ടാമത്തത്, അധികാരത്തിന്റെ ശീതളിമ കിട്ടും എന്ന് രണ്ടാമത്തെ കാര്യം. ഇനി ശീതളിമ ഇല്ലെങ്കിൽ പോലും അവിടെ നിന്ന് ഭീഷണിയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഒരു മനുഷ്യന് പിടിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ വിചാരിക്കുന്നത്, കേരളത്തിലടക്കമുള്ള കാര്യത്തിൽ ഗൗതം ഇപ്പോൾ എഴുതി വെച്ചോ, ഒരു ഇടത്തരം നേതാക്കന്മാരടക്കമുള്ള നിരവധി നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു 5000-ഓ 10,000-ഓ വോട്ട് സമാഹരിക്കാവുന്ന നിരവധി നേതാക്കന്മാർ ഒരുപക്ഷെ മറ്റ് എല്ലാ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ഒഴുകിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ബംഗാളിലെ മമതയുടെ പരാജയത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ
അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകളെ കൂടി ഇവിടെയുള്ള പാർട്ടികൾ തിരിച്ചറിയണ്ടേ. ആ വീഴ്ചകൾ എന്ന് പറയുന്നത് മതേതരത്വം പറയുന്നതിന് പകരം അവരും ശ്രമിച്ചത് ഒരു തരം പോളറൈസേഷനാണ്. അല്ല, അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഈ മതേതരത്വം അവരെ ഏറ്റവും ആദ്യത്തെ 5 കൊല്ലം മമതയുടെ ഭരണം വളരെ സൂക്ഷ്മമായിട്ട് ഇതൊക്കെ വിലയിരുത്തേണ്ടതാണ്. ആദ്യത്തെ 5 കൊല്ലത്തെ മമതയുടെ ഭരണം വലിയ കുഴപ്പമില്ലായിരുന്നു. ആ ഭരണത്തിലൂടെ മമത വളരെ കൃത്യമായി ഒരു മതേതര കാഴ്ചപ്പാടുകൾ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഒരു സൈഡിലെ വോട്ടുകൾ പതുക്കെ പതുക്കെ തന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ നാച്ചുറലി കയ്യിലുള്ള വോട്ടുകളെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പലപ്പോഴും ചില നിലപാടുകൾ എടുക്കും. ആ നിലപാടുകൾ എടുക്കുന്നതിന്റെ കൂടെ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഇവിടെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ വലിയ തോതിൽ തള്ളി പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഒരു ലെവലിലേക്ക് അവർ എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് BJPയുടെ തന്ത്രമാണ്. പിന്നെ ഇവർ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ ബംഗാളിൽ പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ യുഗത്തിന്, അത് ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് ഒരു മേൽത്തട്ടിലുള്ള ഹിന്ദു സമുദായങ്ങളിൽ തന്നെ മേൽത്തട്ടിലുള്ള ഒരു സ്ത്രീയാണെന്നും അവർക്ക് നമ്മൾ വോട്ട് ചെയ്യരുതെന്നും അവരെ അധികാരത്തിലെത്താൻ നമ്മൾ സഹായിക്കരുത് എന്നും പറയുന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ നടത്തി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നരേറ്റീവുകളും ഒരു പൊതുധാരണകളും ഒക്കെ വെറുതെ ഉണ്ടാകുന്നതല്ല. അത് ഇക്കാലത്ത് കൃത്യമായി പണം കൊടുത്ത് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ വിലക്കെടുത്താൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനും അപ്പുറത്ത് പലപ്പോഴും ചില ആളുകൾക്ക് പലരോടും വിരോധമൊക്കെ ഉണ്ടാവാറുണ്ട്, പല നേതാക്കന്മാരും. ആ വിരോധമൊക്കെ തന്നെ ഇതുപോലെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ചിലർ അടിപൊളിയാണെന്ന് നമുക്ക് തോന്നും, അതും ഇതുപോലെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തടയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ അത്തരം ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മനുഷ്യനില്ല, ഒരു പരിധിവരെയുള്ള മനുഷ്യനില്ല. ബംഗാളിലൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ കേരളം പോലെ അല്ലെങ്കിൽ തമിഴ്നാട് പോലെ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു പരിധി വരെ അവൻ്റെ രാവിലെയുള്ള വസ്ത്രം, ഭക്ഷണം അല്ലെങ്കിൽ പാർപ്പിടമൊക്കെ ഞാൻ പറഞ്ഞ മുഴുവൻ ജനങ്ങൾക്കുമല്ല, ഒരു പരിധി വരെയുള്ള ജനങ്ങൾക്ക് അതെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നരേറ്റീവുകൾക്ക് പലപ്പോഴും കീഴടങ്ങുക എന്നുള്ളതാണ്. കാരണം അവനെ സംബന്ധിച്ച് വേറെ ബേസിക് പ്രശ്നങ്ങൾ വലുതായിട്ടില്ല. ഇപ്പൊ സുവേന്ദു അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഹിന്ദുത്വത്തിന്റെ വിജയമാണ്. CPM-കാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു, കാരണം എനിക്ക് 10,000-ഓളം വോട്ടുകൾ ഭവാനിപൂർ നടക്കാൻ ലഭിച്ചിട്ടുണ്ട്. മമത ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡു റിമെമ്പർ വൺ തിങ്, ഡോണ്ട് സപ്പോർട്ട്, അസിസ്റ്റ്, വോട്ട് ഫോർ BJP. ഐ ആം സ്വാരിങ് ഓൺ അള്ള, ഇഫ് യു ഹെൽപ്പ് അസിസ്റ്റ് BJP നോബഡി വുഡ് ഫോർഗിവ് യു, ലെറ്റ് അലോൺ മീ. ഞാൻ പൊറുക്കില്ല നിങ്ങൾക്ക് BJPക്ക്. അള്ളേൻ്റെ പേര് എടുത്തിട്ട് അവർ സ്വാർ ചെയ്തത്. ഇപ്പോൾ ബംഗ്ലാദേശികളൊക്കെ ബംഗാൾ വിട്ടു പോവുകയാണ്, ഓടിപ്പോവുകയാണ്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തവരാണ്, അവർ മറ്റേ കടന്നു കയറിയവരാണ് എന്നൊക്കെ നമ്മൾ വാദമൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഗൗതം അറിയേണ്ടത്, അവിടെയൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും യുദ്ധമുണ്ടായപ്പോൾ മുതൽ അവിടെ നിന്ന് ഓടിപ്പോന്നിട്ടുള്ള ആളുകൾ മുതൽ ഏതാണ്ട് ഇന്ത്യയുടെ 2001-ലെയും 2011-ലെയൊക്കെ സെൻസസ് പ്രകാരം 3 മില്യണോളം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 30 ലക്ഷത്തോളം ആളുകൾ അന്നേ ഉണ്ടെന്നാണ് കണക്ക്. ഇപ്പം 2016-ലും അതുപോലെ തന്നെ 2021-ലും 2 കേന്ദ്രമന്ത്രിമാർ പാർലമെന്റിൽ പറഞ്ഞേക്കുന്നത് ഒന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞേക്കുന്നത് കിരൺ റിജിജു ആണ്. അതിന് മുമ്പുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി, ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ കേന്ദ്രമന്ത്രി കൂടി പറഞ്ഞേക്കുന്നത് 2016-ൽ. അദ്ദേഹം പിന്നെ പറഞ്ഞത് പിൻവലിച്ചു, കാരണം വെച്ചാൽ വലിയ പ്രശ്നമായതുകൊണ്ട്. അന്ന് പറഞ്ഞത് ഏതാണ്ട് 1.2 മില്യണോളം ആളുകൾ, അതായത് 1,20,00,000 ആളുകൾ ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ്. ഇന്ത്യയിൽ വന്നു അവര് ഇന്ത്യയിൽ വന്നതെന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നു ഗൗതം, ബംഗ്ലാദേശ് എന്ന സംസ്ഥാനത്തിന്റെ മാപ്പ് എടുത്ത് നോക്കും, യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. 4,090 അല്ല, അത് ഇന്ത്യയുടെ അതിർത്തിയൊക്കെ അത്ര ഉണ്ടായുള്ളൂ, അല്ലാതെ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറായിരുന്നു. ഇതൊന്നും വലിയ കാര്യമുള്ള ഫെൻസിംഗ് ഒന്നും ഉണ്ടായില്ല സുഹൃത്തെ. അവിടെ ഒന്നും ഫെൻസിംഗ് പോലും ഒരു കാര്യമില്ല. ഇപ്പോഴും ഈ പറയുന്ന പോലെ മ്യാൻമറിൽ നിന്നൊക്കെ പോലും ആളുകൾ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇപ്പൊ കുക്കികൾക്ക് എങ്ങനെ ആയുധം? ഇപ്പം ഫെൻസിങ് വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾക്കും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ. അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ഫെൻസിങ് ഒക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് 4,090 കിലോ, ഞാനിപ്പോ ഇതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാണ് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡിബേറ്റ് ചെയ്തു. 4,090-ഓളം വരുന്ന കിലോമീറ്റർ, 2,500-ഓളം മൈലുകൾ ദൂരമാണ്. ഗൗതം ഒന്ന് 2,500 മൈൽ എപ്പോഴാണെന്നൊന്ന് കണക്കൂട്ടി നോക്കുക. അത് ഫെൻസിങ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാലും ഇനി അവിടെയൊക്കെ തന്നെ ഒരാൾ പോലും ഇങ്ങോട്ട് കയറാതെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശ്രമകരമായ പണിയാണ്.
കാരണം ഈ പറയുന്ന മിസോറാം മുതൽ ആസാം മുതൽ നിരവധി സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ പങ്കിടുന്നതാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥ ഈ കഴിഞ്ഞ തവണ ഒരു കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞേക്കുന്നത് ബംഗ്ലാദേശിൽ പകുതി ആളുകൾ ഇല്ലാതാവും ഇന്ത്യയിലോട്ട് വരാൻ നമ്മൾ അനുമതി കൊടുത്താലെന്നാണ്. കാരണം അവിടെ തൊഴിലില്ലായ്മയുണ്ട്, അവിടെ വലിയ ജീവിത ബുദ്ധിമുട്ടുകളുണ്ട്, കൂടാതെ അവിടെ നിൽക്കാൻ ആളുകൾക്ക് സ്ഥലമില്ല, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഏതാണ്ട് 1.5 കോടി 2 കോടിയോളം ആളുകൾ വന്നിട്ട് അവരെല്ലാവരും ക്രിമിനൽസ് ഒന്നുമല്ല. അവരൊക്കെ സാധാരണ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇവിടെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇനി ഇതങ്ങനെ പറയുമ്പോൾ നമ്മൾ ആവേശം കൊണ്ടിട്ട് ദൈവമേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, അതുകൊണ്ട് ഈ അതിർത്തിയൊക്കെ കുറച്ച് നാളെയല്ലോ ഉണ്ടായിട്ട്, 1947 മുമ്പ് ഒന്നും ഉണ്ടായില്ല, അത് നിൽക്കട്ടെ പറഞ്ഞ. ഇനി ഇന്ത്യക്കാരെവിടെയൊക്കെ ഉണ്ടെന്ന് അറിയുമോ? അത് ഇന്ത്യക്കാർ 55 ലക്ഷം പേര് അമേരിക്കയിലുണ്ട്. 3.5 കോടി ആളുകൾ വേറെ പുറത്തുള്ള രാജ്യങ്ങളിലുണ്ട്. ഇതിലൊക്കെ തന്നെ യാതൊരുവിധ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് തന്നെ നിരവധി ആളുകളുണ്ട്. മെക്സിക്കോ വഴിയൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറി പറക്കുന്നതിൽ ഇപ്പോഴും ഇന്ത്യക്കാരുണ്ട്. ഈ ഇന്ത്യക്കാരിൽ കുറച്ച് പേരെയാണ് അമേരിക്ക കൈക്കും കാലിലും ഒക്കെ ചങ്ങലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. മനസ്സിലായ? ഈ കൈക്കും കാലിലും ചങ്ങലൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊക്കെ മനുഷ്യരാണ്. കൈയും കാലും ഞങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അയക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞേക്കണം. അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ, അല്ല താങ്കൾ പറഞ്ഞില്ല എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോ പത്രം വായിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൊതുവെയുള്ള ആളുകളൊക്കെ പൊതുവെ ആരും പറഞ്ഞില്ല. രാജ്യത്തിന്റെ ഒരു നയം എന്നുള്ള രീതിയില്ല, ഒരു രാജ്യത്തിന്റെ നയം എന്നുള്ള നിലക്കല്ല, കേന്ദ്ര ഗവൺമെന്റ് പോലും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ല, അതിനെ അപലപിച്ചില്ല, മിണ്ടിയുമില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള നിരവധി ആളുകൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്, ഗൾഫിലടക്കം പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്ന ആളുകളോട് ഒരു ദിവസം എന്താണ് അവിടെയുള്ള ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ എന്ന് പറയുന്നത് വളരെ മോശമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഈ മറ്റേ ഇക്കാമയില്ലാത്ത, അതായത് അവിടെ നിൽക്കാൻ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ എത്ര പേര് ഗൾഫിലടക്കം നിൽക്കുന്നുണ്ട്, എത്ര പേര് ഒളിച്ച് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും എന്നെ ദേഷ്യപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യത്വം വേണ്ടേ നമുക്ക്, മതിലുകൾക്കൊക്കെ അപ്പുറത്തൊരു മനുഷ്യത്വം വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സുവേന്ദു അധികാരി പറയുന്നത് ജൽദി ജൽദി ഭാഗം എന്നാണ്. ആരോട്? ബംഗ്ലാദേശ് വേഗം പോയിക്കോന്നാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിടി ജയിലിടുമെന്നാണ്. എന്നിട്ട് അവിടെ ഓൾറെഡി ഒരു ക്യാമ്പ് തുടങ്ങി കേട്ടോ. ഇപ്പൊ ക്യാമ്പ് 2 തുടങ്ങി. മുർഷിദാബാദിലും ഇവിടെ 2 സ്ഥലത്ത് ക്യാമ്പ് തുടങ്ങി, ഹക്കിംപൂറിലും ക്യാമ്പ് തുടങ്ങി. ഈ 2 ക്യാമ്പുകളിൽ ഇപ്പൊ 3 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഈ അടുത്തത് സുവേന്ദു അധികാരി പറയുന്ന വാചകം എന്താണെന്ന് അറിയാം? ആ വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വെറുതെ വസ്ത്രവും മറ്റേ ഭക്ഷണവും മറ്റേ ഇതും കൊടുത്തിട്ട് എന്ത് ചെയ്യണേണ്, വെറുതെ മെഡിസിനും ഒക്കെ കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ ടാക്സ് പേഴ്സിന്റെ കാശിൽ വഴിക്കണ എന്തിനാണ്, ഇവരൊക്കെ എത്രയും പെട്ടെന്ന് അടിച്ചു ഓടിക്കുന്നുള്ള ലെവലിലാണ്. യഥാർത്ഥത്തിൽ അവരെ ഏത് രാജ്യക്കാരായിക്കോട്ടെ എന്തായിക്കോട്ടെ അവരൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഇന്ത്യ കൈക്കൊള്ളണം. എന്നുവെച്ചാൽ തീർച്ചയായിട്ടും അവരെ മര്യാദക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, ഒരു സംശയമില്ല എനിക്ക്. അല്ല, പറഞ്ഞയക്കാതെ എല്ലാവരോടും വന്നോളാൻ ഒരു രാജ്യത്തിനും പറയാൻ പറ്റില്ല, കാരണം അതിന്റെ രാജ്യത്തിന്റെ ഓർഡറൊക്കെ തെറ്റിക്കും. ഇത്രയും കാലം നമ്മൾ മിണ്ടാതിരുന്നു എന്ന് ആലോചിക്കണോട്ടാ. ഇത്രയും കാലം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ മിണ്ടാതിരുന്നു. ഇപ്പൊ 2001 സെൻസസിൽ ഏതാണ്ട് 3.1 മില്യണോളം ആളുകൾ അവിടെ ജനിച്ചവരാണെന്നും ഇന്ത്യയിൽ ജനിച്ചവരല്ലെന്നും കണ്ടെത്തിയിട്ട് നമ്മൾ മിണ്ടാതിരുന്നു. അവൻ 20 കൊല്ലം ഇവിടെ പണിയെടുത്ത് നമ്മുടെയൊക്കെ ആവശ്യങ്ങളും പലതും കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അങ്ങോട്ട് ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്, എല്ലാവർക്കും തീവ്ര ദേശീയതയും കൂടി ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ കണ്ണ് കാണൂല. നമ്മൾ ഉടനെ തന്നെ വിചാരിക്കും ഇവനെയൊക്കെ അടിച്ചു ഓടിക്കണം, നമ്മൾ ശരിയാവില്ലെന്നായിരിക്കും. ഇതേ പണി തന്നെയാണ്, ഒരു കാര്യം മറന്നുകൊണ്ട, ഇതേ പണി തന്നെയാണ് കാനഡയിലും അമേരിക്കയിലും ട്രംപും അതുപോലെ കാനഡയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും ഒക്കെ പല പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കാരുണ്ടല്ലോ അവരെ അടിച്ചു ഓടിക്കണമെന്ന് പറയണം ഇവിടെ നിന്ന്. എന്ന് പറഞ്ഞാൽ അവര് വെള്ളതുകൊണ്ടാണ് നമ്മുടെ ജോലി ഇല്ലാത്തതെന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ പല ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത് കേൾക്കുന്ന ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ ജൽദി ഭാഗോ അല്ലെങ്കിൽ രാഷ്ട്രമാണ് സാറേ എന്താണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനോട് വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിലപാടെടുക്കുന്നത്? പറയാം, ഇതൊന്നും അറിയാഞ്ഞിട്ടാണ്, ഇതൊന്നും ആരും പറഞ്ഞു തരൂല. അതല്ല, താങ്കളൊന്നും ഇത് അറിയാൻ ഒരു വഴിയില്ല. എന്താണെന്നറിയാമോ? ഭക്ഷിക്കുന്നത് നമ്മൾ എന്താണെന്ന് സെലക്ട് ചെയ്യുന്നതാണല്ലോ, അല്ലാതെ നമ്മൾ ബുഫേ കൗണ്ടറിലല്ലല്ലോ ഭക്ഷിക്കുന്നത്. അതിന്റെ പ്രശ്നമുണ്ട്. ബ്രിട്ടൻ, UK എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് താങ്കൾക്കറിയോ? ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിടിക്കുകയും അവിടുത്തെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും എന്നിട്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അന്വേഷിക്ക്. അതിനെതിരെ ഇപ്പോൾ അവിടെ പ്രക്ഷോഭം നടക്കുക. എന്താ കാര്യം എന്നറിയോ? ബാക്കി ഒരു രാജ്യം, എന്നിട്ട് എല്ലാവരും പറയുന്നത് ഇതേ ന്യായമാണ്. ബാക്കി ഒരു രാജ്യവും ഇല്ലീഗൽ മൈഗ്രൻസിനോട് ഇത് കാണിക്കുന്നില്ലല്ലോ, നമ്മുടെ കയ്യിൽ കാശിന്റെ ആളാണെന്ന് ചോദിക്കണം. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന UK പോലെയുള്ള, ഫ്രാൻസ് പോലെയുള്ള, ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് പോലെയുള്ള നിരവധി കൺട്രികളിൽ അവർ വലിയ വെൽക്കം കൊടുത്തിരുന്നു. ഈ പറയുന്ന പല രാജ്യങ്ങളിലും റിലീജിയസ് പെർസിക്യൂഷൻ ഉള്ള പല രാജ്യങ്ങളിലും, മുസ്ലിം രാജ്യങ്ങളിലടക്കമുള്ള രാജ്യങ്ങളിലെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? സ്വീകരിച്ചിരുന്നു. ഇനി ഇതിനൊക്കെ ഒരു പാറ്റേൺ കൂടിയുണ്ട്. ആ പാറ്റേൺ കൂടി പറഞ്ഞുതരാം. ഈ വെറുപ്പ് പടർത്തുന്നതിന്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ,
ഇപ്പൊ ബ്രിട്ടനിൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകം നടക്കുമ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് വിങ് അജണ്ടകളൊക്കെ ഇങ്ങനെ പേറുന്ന പാർട്ടികളുള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ കമ്മ്യൂണിറ്റിയിൽ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുത്തൻ ഒരു കൊലപാതകം നടക്കുമ്പോഴേക്കും അതങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ഇവരെല്ലാവരും തന്നെ ക്രിമിനലുകളാണെന്ന് പറയുന്ന ധാരണയിലേക്ക് എത്തുകയും ചെയ്യും. താങ്കളോട് ഇവിടെ ഞാൻ ഇന്ത്യയിൽ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഒരു ബംഗ്ലാദേശി ഒരു ആക്രമണത്തിൽ ഈ പറഞ്ഞ പോലെ പ്രതിയായി എന്ന് പറഞ്ഞൊരു കേസ് ഡൽഹിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ വന്നിരുന്നു. അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്നു. ഗൗതം കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ദിവസം ഏതാണ്ട് 10,000-ലധികം കേസുകൾ ഏറ്റവും കുറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കേസ് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നാഷണൽ ന്യൂസ് ആകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട്. അല്ലാതെ ഈ 30 ലക്ഷവും 2 കോടിയും 12 ലക്ഷം 1 കോടി 20 ലക്ഷവും 2 കോടി ആളുകളൊന്നും ഇതുപോലെ എല്ലാവരും ക്രിമിനൽസ് അല്ല ഗൗതം. ജീവിക്കാൻ ജീവിതത്തിൽ ഒരു വഴിയുമില്ലാതെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഏതെങ്കിലും 4 നേരം ഭക്ഷണം കഴിച്ച് സ്വന്തം കൊച്ചുങ്ങൾ കൂടി കൊടുത്ത് ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. ഇപ്പോഴും ഗൗതം പറഞ്ഞില്ലേ, ഹക്കിംപൂർ ആ സ്റ്റേഷന്റെ അടുത്ത് നിൽക്കുന്ന ഈ വർഗീയതയും മറ്റേ തീവ്ര ദേശീയതയും ഒന്നും രോഗമായി ബാധിച്ചിട്ടില്ലാത്ത മനസ്സിനൊരു സങ്കടം തോന്നും. പറഞ്ഞുതരാം എന്താന്ന്, പറഞ്ഞുതരാം. മുഴുപ്പിക്കാൻ സമ്മതിക്കൂല നിങ്ങളെപ്പോലുള്ള വാദികൾ അതിനാണ് പ്രസംഗിക്കണം. പക്ഷെ എൻ്റെ അടുത്ത് നടക്കൂല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പാവപ്പെട്ട സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുട്ടികളടക്കമുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങളെ ഒന്ന് ബംഗ്ലാദേശിലേക്ക് അയക്കൂന്ന് പറഞ്ഞ് ഭയന്നുകൊണ്ട് 10 കൊല്ലം 15 കൊല്ലം ജീവിച്ച ഒരു സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യാണ്, ഭയന്നുകൊണ്ട് ആ ചെക്ക് പോസ്റ്റിലിരിക്കുകയാണ്. എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ, ആ ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ മാന്യമായി അവരെ എന്ത് ചെയ്യണം, പറഞ്ഞയക്കണം. അല്ലാതെ അവരെ ഉപദ്രവിക്കാനോ അവരെ പ്രശ്നമുണ്ടാക്കാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. കാരണം അവരെ ഈ രാജ്യത്തൊന്നും ജോലി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ല സാർ പറയുന്നത് പറഞ്ഞയക്കണം എന്നാണ്. പറഞ്ഞയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അവര് ഇന്ത്യക്കാരല്ല, രേഖയില്ലാത്ത ആളുകളൊക്കെ മുഴുവൻ ഇവിടെ. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി സഹാനുഭൂതിയുള്ള സമീപനം അവരോട് എടുക്കണമെന്നാണ്. എത്ര കൊല്ലമായി എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണം പറഞ്ഞയക്കണം. കരുണയോടുകൂടി അവരെ ഹോട്ടലിൽ താമസിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം. നല്ല ഭക്ഷണം കൊടുക്കണം, ഏറ്റവും കുറഞ്ഞ ഭക്ഷണം. ഹോട്ടലിൽ താമസിപ്പിക്കലൊന്നും ഇന്ത്യയിൽ നടക്കില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പൊ ഹക്കിംപൂർ സ്ഥലത്തൊന്നും ഹോട്ടലിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് അവരെ മര്യാദക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഭയന്ന് ഓടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ജൽദി പെട്ടെന്ന് ഓടിക്കോടാ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്കും ഒന്നും ഒരു രാഷ്ട്രീയ നേതാവും ഈ ഇന്ത്യയിൽ പറയരുത്. അങ്ങനെ പറയാൻ പറ്റുന്നത് ഇന്ത്യ ഒരുപാട് മാറിയത് കൊണ്ടാണ്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ അടിച്ചു ഓടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നത് കൊണ്ടാണ്. അതിനും അപ്പുറത്ത് നിങ്ങൾ മനുഷ്യത്വപരമായി ഒരു നിമിഷം ഒന്ന് നിന്ന് ആലോചിച്ചാൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ള നിരവധി പേർ പല രാജ്യത്തും ജീവിക്കുന്നുണ്ട്. നാളെ നിങ്ങളുടെയൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നു, നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന പോലെ ഇവിടെ ജീവിക്കാനുള്ള ലൈസൻസ് എടുത്ത് ഓടിക്കോ എന്ന് പറഞ്ഞാൽ, ഓടിക്കോ എന്നൊക്കെ പറയുന്ന ഭാഷ കേൾക്കുമ്പോൾ ഒരു വിഷമം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ഇവരോട് കാണിക്കുന്നത്, സാർ പറഞ്ഞത് സഹാനുഭൂതി കാണിക്കണം എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു നിലപാട് തന്നെയാണ്, അത് ചെയ്യേണ്ടതാണ്. നമ്മളെ ഒരു രാജ്യത്ത് ഇന്ത്യയിൽ ഏതാനും വർഷങ്ങൾ താമസിച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിനറിന് സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ UAE പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറബ് കൺട്രീസിൽ അവിടെയും സിറ്റിസൺഷിപ്പ് പോലും കിട്ടില്ല, എത്ര പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും. അപ്പം പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ ആളുകളല്ലാത്തവരോട് ഇങ്ങനത്തെയുള്ള സമീപനം കാണിക്കുന്നില്ലേ? ഗൗതം അറിയേണ്ടത് ഇതുപോലെയുള്ള സമീപനം മാത്രമല്ല ഗൗതം, നമ്മൾ ആരെ കണ്ട് പഠിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. ഒന്ന്, നമുക്ക് ഇപ്പൊ ആ രാജ്യത്ത് നിന്ന് ഒരു 5 പേർ ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്ന് തോന്നിയാൽ അവരെ നമുക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ജയിലിലിടാം, അതിനൊരു കുഴപ്പമില്ല. ഇത് ഗൗതം ഒന്നും മനസ്സിലാക്കണം. 2 കേന്ദ്രമന്ത്രിമാർ പറഞ്ഞേക്കണ കണക്ക് കേട്ടിട്ടാണ് ഞാൻ തരിച്ചു പോയത്. എത്ര പേർക്ക് ഇപ്പൊ ഗൗതത്തിന് അറിയാമായിരുന്നു ഈ കണക്ക് പോലും. 1.2 മില്യൺ എന്ന് പറഞ്ഞാൽ 1,20,00,000 പേരാണ്. 20 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഗൗതം പറയേണ്ടത് ഇത്രയും വലിയ ആളുകളാണ്. ആ 2 കോടി 1,20,00,000 മുടക്കുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചെയ്യേണ്ടത് അവരെ മാന്യമായി പോകാൻ സമ്മതിക്കണമെന്നുള്ളതാണ്. ഇനി ഡെൻമാർക്കാണോ സ്വീഡനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെയൊക്കെയുള്ള ചില രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള ചില രാജ്യങ്ങൾ, പണ്ട് ഞാൻ 3 കൊല്ലം മുമ്പ് വായിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവര് ചില ആളുകളോട് പറഞ്ഞേക്കണം നിങ്ങളിവിടെ നിൽക്കണ്ട, പൊയ്ക്കോളൂ എന്നുള്ളതാണ്. പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പോകാനുള്ള പണവും ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ പോകാൻ കുറച്ച് നിങ്ങൾക്ക് ഏത് രാജ്യത്താണോ പോകേണ്ടത് അവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യവും കൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് പണവും തരാൻ തോന്നുന്നുണ്ട്. അപ്പം അത്രയൊന്നും നമ്മൾ വിശാല ഹൃദയരാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ഗൗതത്തോട് പറയാം, ഈ മനുഷ്യർ വരച്ചിട്ടുള്ള അതിർത്തികളാണ് ഗൗതം ഈ രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറരുത്. ഗൗതം പറയുന്ന പോലെ ഇപ്പൊ ഇറാനോ അല്ലെങ്കിൽ താലിബാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗൾഫ് കൺട്രീസോ പലരും പല നിയമങ്ങളാണ്.
അതിലൊന്നും തർക്കൂല. ഇപ്പൊ UAE-ൽ ഇപ്പം എന്റെ ഒരു കുറെ അധികം സുഹൃത്തുക്കളും കുറെ ആളുണ്ട്, എത്രയോ വർഷമായി അല്ല അവിടെ ചെയ്യാൻ പറ്റില്ല. അല്ല അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എത്രയോ വർഷമായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല. അല്ല അവിടെ അവരുടെ പോളിസിയാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല, അവിടെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റില്ല, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ യൂറോപ്യൻ എന്തുകൊണ്ട് അവർ ആ രാജ്യം അങ്ങനെ അല്ല ആ രാജ്യത്തിന്റെ പോളിസിയാണത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കൾച്ചറിലേക്ക് വേറെ ആളുകൾ കടന്നു കയറുന്നവർക്ക് അല്ല അത് അനുവദിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങളുണ്ട്. ഇപ്പൊ കുവൈറ്റിൽ എത്ര ആളുകളുണ്ട് നിങ്ങൾക്കറിയോ? കുവൈറ്റിൽ അവിടെയുള്ള പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവരുടേതായ രാജ്യം പോലും അല്ലാതായി മാറും. അത് ഞാൻ മനസ്സിലായോ? അവരുടേതായ രാജ്യം പോലും അല്ലാതായി മാറും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഈ ഒരു പ്രശ്നമുണ്ട്, അവരുടേതല്ലാത്ത രാജ്യമായി മാറും എന്ന ഭയം എല്ലാ സർക്കാരുകളെയും മതിക്കുന്നു. അല്ല എല്ലാ സർക്കാരുകളെയും മതിക്കുന്നുണ്ടായില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ വംശീയമായിട്ടുള്ള ചേരിതിരിവുകളും ഉണ്ടായിരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഇര എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യു കെയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, H1B1 വിസ വേണം എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇപ്പൊ ഒരു കമ്പനി വീണ്ടും $1 ലക്ഷം അടക്കണമെന്ന് പറഞ്ഞാൽ ആ $1 ലക്ഷം അടക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരൊന്ന് ടൈറ്റൻ ചെയ്യുമ്പോൾ ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ പറയുന്നുള്ളൂ. പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, ഇറങ്ങി പോടാന്നാണ് ഇവിടുന്ന്. എന്താ കാര്യം എന്നറിയോ? $1 ലക്ഷം അടച്ചുകൊണ്ട് ഒരു കമ്പനി അടക്കണമെന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചുകൊണ്ട് എത്ര ഇന്ത്യക്കാരെ ജോലിക്ക് എടുക്കില്ല ജോലിക്ക്. മനസ്സിലായി? അപ്പൊ അതേപോലെയുള്ള പല നിയമങ്ങളും അവർ കൊണ്ടുവരികയാണ്. UK വളരെ വിശാലമായി ഈ പറയുന്ന മൈഗ്രൻസിനെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള രാജ്യങ്ങളെ കണ്ടുകൊണ്ടല്ല ഇന്ത്യ പഠിക്കേണ്ടത്. ഇന്ത്യ കുറെ കൂടി സൗഹാർദ്ദപരമായ സമീപനം എടുക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. യഥാർത്ഥത്തില് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശും ഈ പറയുന്ന പാകിസ്ഥാനും ഒക്കെ കൂടി ഉൾപ്പെട്ടതാണ്. അവിടെയൊക്കെ ഉള്ളവരൊക്കെ നേരത്തെ ഇന്ത്യക്കാരായി ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടിട്ടും പല രാജ്യങ്ങളായി മാറി. ഇനി വേറൊരു കാര്യം കൂടി ഗൗതത്തോട് പറയാം. ശ്രീലങ്കയിൽ നിന്ന് എത്ര പേര് ഇവിടെ ഒന്ന് താമസിക്കുന്നെന്ന് ഗൗതത്തിന് ഊഹിക്കാൻ പറ്റുമോ? നിരവധി പേരുണ്ട്. തമിഴ്നാട്ടിൽ കേരളത്തിൽ നിരവധി ബംഗ്ലാദേശികളുണ്ട്. കേരളത്തിലുണ്ട്. തമിഴ്നാട്ടുകാരും അവരെ പുറത്താക്കുന്നതിന് അനുകൂലിക്കില്ല. കാരണം അവരുടെ മനസ്സിപ്പോഴും അവർക്കൊപ്പമാണ്. കാരണം അവർ തമിഴ് ദേശീയത പേറുന്ന ആളുകളാണ്. അവര് ശ്രീലങ്ക ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും തമിഴ് പുലികൾക്ക് വലിയ തോതിലുള്ള സപ്പോർട്ട് ഉണ്ട്. ഈ പല യൂറോപ്യൻ കൺട്രീസും ഇത്തരം മൈഗ്രൻസിനെ വെൽക്കം ചെയ്ത് അവരുടെ രാജ്യത്തിന് പോലും തലവേദനയാകുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ പുറത്താക്കൽ നടപടികളിലേക്കൊക്കെ അവർ കടക്കുന്നത്. അല്ലാണ്ട് ഈ തലവേദനയാകുന്നു എന്ന് പറയുന്നത് ഗൗതം പറയുന്നതിൽ കാര്യമൊന്നും ഇല്ലാതില്ല. തലവേദനയാകുന്ന കുറെ ആളുകൾ അവിടെ കുത്തി കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നമ്മൾ അവരോട് അത് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അല്ല സാറേ, നമ്മളെ അവരുടെ അടുത്ത് മാനുഷികത കാണിക്കണം. അവരെ എല്ലാ കാര്യവും ഓക്കെ, നമ്മൾ മനുഷ്യത്വപരമായിട്ട് ഇടപെടണം. പക്ഷേ ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ഒരു രാജ്യത്തിന് സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത്? കുഴപ്പങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവർ അടിച്ചോടിക്കുന്നതിനായിട്ട് ഇങ്ങനെ ഇവരെന്താ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ ജോലി തട്ടിയെടുക്കുന്നത്, അവരാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് തടസ്സമാകുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വിഷയം വളരെ വലുതാണ്. ഗൗതം ഇപ്പൊ ചോദിക്കുന്ന പോലെ സിമ്പിളായിട്ട് പറയുമ്പോ ആസാം ഗണപരിഷത്തും ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം അക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് 1985. എന്താ പ്രശ്നം എന്നറിയോ? ഇത് തന്നെയാണ് വിഷയം. അതായത് മറ്റ് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, ജോലി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഗൗതം അറിയേണ്ടത് ഇതിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് മറ്റേ ബ്രാംപ്ടണിൽ, അതായത് കാനഡയിൽ ടൊറന്റോയിൽ ബ്രാംപ്ടണിൽ ഒരു വലിയ റാലി നടന്നു. എന്താ റാലി എന്നറിയാവോ? ഇന്ത്യ വിരുദ്ധ റാലി എന്നാണ്. ഗൗതം പറഞ്ഞ പോലെ ടൊറന്റോയിൽ ഇന്ത്യ വിരുദ്ധ റാലി. എന്താണ്? അവിടത്തെയുള്ള ജനസംഖ്യയുടെ 2.5% വരുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ മഹാഭൂരിപക്ഷം സിഖുകാരാണ്. ഇവരെ തല്ലി ഓടിക്കണമെന്നാണ് പറയുന്ന ഒരു പാർട്ടി. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. കാനഡയിലൊക്കെ നമ്മുടെ കുട്ടികളെയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ. ഇതൊക്കെ അങ്ങനെ തീ പോലെ പടർന്നു പിടിച്ചാലുള്ള കുഴപ്പമെന്ന് അറിയാമോ? മറ്റേ ഗവൺമെന്റിനൊക്കെ വാതുറക്കാൻ പോലും സമയം കിട്ടൂല. അവിടെ ആളുകൾ വന്ന് കറക്കുറ്റിക്കടിച്ച് പറഞ്ഞോളൂ. മനസ്സിലായി? ഫ്ലൈറ്റ് പിടിച്ചൊക്കെ പോരാൻ പറ്റുള്ളൂ, അല്ലാതെ അവിടെ നിന്ന് സൈക്കിൾ കൂട്ടിയോ നീന്തിയോ ഒന്നും ഇങ്ങോട്ട് പോരാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ സമചിത്തതയോടൊരു പ്രശ്നങ്ങൾ നേരിടണം. പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ബംഗ്ലാദേശിനോട് നമ്മൾ കുറച്ച് അഫക്ഷനേറ്റായി അടുപ്പം കാണിച്ചിരുന്ന ഒരു രാജ്യമാണ്, നമ്മുടെ സൗഹൃദ രാജ്യമായിരുന്നു. അപ്പൊ നിരവധി പേർ കയറിയപ്പോഴൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മിണ്ടാതിരുന്നതാണ്. ഗൗതം പറഞ്ഞ പോലെ അവരെ കയറ്റാൻ അനുവദിക്കാതിരിക്കൂ. കയറിയതിന് ശേഷം അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം മാന്യമായി നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു വിടണം. കാരണം അവര് ഒരു ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്ത പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവര് ആ വെളിമ്പ്രദേശത്ത് വന്ന് സ്വന്തം കൊച്ചുങ്ങളും അമ്മമാരും മറ്റേ അച്ഛന്മാരും ഒക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് ഒരു മിനിറ്റ് വിചാരിച്ചാൽ
മറ്റേ വെറുപ്പ് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, അതുപോലെ തന്നെ അവരെന്താണ് മറ്റേ വേറെ മതക്കാരാണ്, ജാതിക്കാരാണെന്നുള്ള പല തോന്നലുകളും ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത് ഏത് മതമായാലും ഏത് ജാതിയായാലും ആരായാലും ശരി, അത്തരത്തിലുള്ള വലിയ തീവ്രത നമുക്ക് ഉണ്ടാകുന്നത് നല്ലതല്ല. നേരത്തെ പറഞ്ഞ പോലെ അത് കാനഡയിൽ ഉണ്ടായാൽ, അത് അമേരിക്കയിൽ ഉണ്ടായാൽ ഇവിടെ എന്ത് ചെയ്യും? വലിയ പ്രശ്നം ഉണ്ടാകും. നമ്മൾ തിരിച്ച് സുവേന്ദുവിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഡിപ്പോർട്ട് ഡിലീറ്റ് എന്ന് പറയുന്നൊരു മോഡല് അവിടെ ഭയങ്കരമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശികളെല്ലാം പോവുകയാണ്. ഇതൊക്കെ ഇത്രയ്ക്ക് താങ്കൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അടുത്തൊരു 30-35 വർഷമെങ്കിലും കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നുള്ളതാണ്. അല്ല, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യ മുഴുവൻ ഏതാണ്ട് നരേന്ദ്രമോദി പടർന്നു കയറിയിരിക്കുന്നു, BJPയും പടർന്നു കയറിയിരിക്കുന്നു. ആ കാര്യത്തിലൊരു സംശയമില്ല. 30 കൊല്ലത്തേക്കൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായി നമ്മൾ ഈ പറയുന്ന പോലെ ശ്രദ്ധിച്ചു വേണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് സമയത്തും മാറാം, എന്ത് പ്രശ്നങ്ങളുടെ പേരിലും മാറാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓവർ പ്രഡിക്ഷൻസാണ്. പക്ഷെ നിലനിൽക്കുന്ന സംഭവ വിധാനങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, മറ്റു ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളെ പോലും തകർത്തുകൊണ്ട് BJP മുന്നേറുകയാണ്. ആ മുന്നേറ്റം എന്താണെങ്കിലും പെട്ടെന്നുള്ള വർഷങ്ങളിലൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല. തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കും ഒക്കെ വരാനും അധിക നാളുകളില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ തടഞ്ഞു നിർത്തുക അത്യന്തം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്.